ഓം ശാന്തി. ഭഗവാൻ വിദേഹിയാണ്. നമുക്കറിയാം, ഇവിടെ നമ്മൾ അനേക ആളുകളെ ഓർമ്മിക്കുന്നു. അതായത് അനേകം ദേഹധാരികളോട് നമുക്ക് പ്രീതിയുണ്ട്, മനസ്സിന്റെ അറ്റാച്ച്മെന്റ് ഉണ്ട്. എന്നാൽ വിദേഹി എന്ന് ഒരേ ഒരു പരംപിത പരമാത്മാവിനെ മാത്രമാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് അങ്ങനെയുള്ള വിദേഹിയായിരിക്കുന്ന പരംപിത പരമാത്മാവിനെയാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ആ പരമപിതാവിനോടാണ് നമ്മൾ നമ്മുടെ ബുദ്ധിയോഗം ചേർക്കേണ്ടത്. ഒരു തരത്തിലുള്ള ദേഹധാരികളെയും ഓർമ്മിക്കരുത്. അവരുടെ ഓർമ്മ വരാനേ പാടില്ല. എന്നാൽ നമ്മൾ ബ്രാഹ്മണർ മുതലായവരെയൊക്കെ വിളിച്ചു വരുത്തി അവരെ കഴിപ്പിക്കുന്ന ഒരു സിസ്റ്റമൊക്കെ കലിയുഗത്തിലുണ്ട്. എന്നാൽ ഭഗവാൻ പറയുന്നു, അവിടുത്തെ രീതികൾ വേറെയാണ്, എന്നാൽ ഈ ജ്ഞാനമാർഗത്തിലെ നമ്മുടെ രീതികൾ വേറെയാണ്. ഇവിടെ നിങ്ങൾ ഒരു കാരണവശാലും യാതൊരു ദേഹധാരികളെയും ഓർമ്മിക്കുവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരവസ്ഥ നമുക്കുണ്ടാകണം. ഒരു ദേഹധാരിയോട് പോലും മമത്വമില്ലാതെ നിരാകാരനിൽ മാത്രം നമ്മുടെ ബുദ്ധി പൂർണ്ണമായിട്ടും ഏകാഗ്രമാകുന്ന ആ ഒരവസ്ഥ ഉണ്ടാകുന്നതുവരെ നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, നിങ്ങൾക്ക് എത്രത്തോളം സാധിക്കുമോ കഴിയുന്നിടത്തോളം പഴയ ലോകത്തെ, കഴിഞ്ഞുപോയ കാര്യങ്ങളെ എല്ലാം മറക്കൂ. എന്നിട്ട് വർത്തമാന സമയത്തിന്റെ പ്രാധാന്യം എന്തോ അത് മനസ്സിലാക്കി വിദേഹിയായിരിക്കുന്ന പരംപിതാ പരമാത്മാവിനെ ഓർമ്മിച്ച് നമ്മളും നമ്മുടെ കർമാതീത വിദേഹി സ്ഥിതിയെ കൈവരിക്കണം. ഓം ശാന്തി.